നമുക്കെല്ലാവർക്കും വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവി ഏതാണെന്നറിയാമല്ലേ? തവള. അതുകൂടാതെ കുറച്ച് ജീവികളും കൂടെ ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾ ഈ പാവപ്പെട്ട കുട്ടനാട്ടുകാരാണേ. ഞങ്ങൾ 6 മാസം വെള്ളത്തിലും 6 മാസം കരയിലുമാണ് ജീവിക്കുന്നതിന് തമാശയ്ക്കാണെങ്കിലും ഞങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ടേ. ഇപ്പം ഞാൻ പള്ളിയിലാണ് ഈ നീന്തി പോകുന്നത്. ഞാനിപ്പോൾ ഈ പോകുന്ന വഴിയിൽ അധികം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകളില്ല. വെള്ളം പൊങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും അധികം ബുദ്ധിമുട്ടില്ലെങ്കിലും കുട്ടനാട്ടിൽ പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് കേട്ടോ. വെള്ളപ്പൊക്കമൊക്കെ ആയതുകൊണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ചൂണ്ടയിടാനൊക്കെ പോകും. അങ്ങനെ ഞാൻ പള്ളിയിൽ പോകുന്ന വഴിക്ക് എനിക്ക് പരിചയമുള്ളൊരു ചേട്ടനെ കണ്ടു. ചേട്ടൻ അധികം മീനൊന്നും കിട്ടിയില്ല, എന്നാലും ഇതൊക്കെ ഒരു രസമാണല്ലോ. അങ്ങനെ ഞാൻ നീന്തി മുന്നോട്ട് പോകുമ്പം നമ്മുടെ പിള്ളേർ സെറ്റിനെ കണ്ടു. അവന്മാരും ഇങ്ങനെ രാവിലെ മീൻ പിടിക്കാനൊക്കെ പോയതാണ്, ചൂണ്ടയിടാൻ പോയതാണ്. അവർക്കും കുറച്ച് മീനൊക്കെ കിട്ടി. അവന്മാർക്ക് എന്നാ മീനൊക്കെയാണ് കിട്ടിയെന്നൊക്കെ ഞാനിങ്ങനെ ചുമ്മാ നോക്കുക. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പള്ളിയിൽ പോകുമ്പോൾ ഈ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചത് നമ്മുടെ കുട്ടനാടിനെയും അതുപോലെ തന്നെ നമുക്ക് ഈ വെള്ളപ്പൊക്കത്തിനെയൊക്കെ പറ്റി ചുമ്മാ ഒന്ന് പറയാലോ എന്ന് ഓർത്തിട്ടാണ്. ശരിക്കും ഞാൻ ഓർക്കുമായിരുന്നു, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലും വെള്ളം പൊങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം നാളിങ്ങനെ വെള്ളപ്പൊക്കം ഇങ്ങനെ നീണ്ടു നിന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. നമുക്കൊരു 2 ആഴ്ചയെ കൂടുതലൊന്നും അങ്ങനെ വെള്ളം പൊങ്ങി നീണ്ടു നിന്നിട്ടില്ല. 2018 മുന്നത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ മെയ് അവസാനം തുടങ്ങിയ വെള്ളപ്പൊക്കമാണിത്. ഇപ്പോൾ ജൂലൈ ആയി, എന്നിട്ടും ഈ വെള്ളപ്പൊക്കത്തിന് ഒരവസാനം വന്നിട്ടില്ല. നമ്മുടെ ഇവിടെയുള്ള പല റോഡുകളും ഒക്കെ ഒന്ന് പൊക്കിയാൽ വെള്ളപ്പൊക്കത്തിൻ്റെ പല പ്രശ്നങ്ങളും നമുക്ക് മാറാൻ പറ്റും. ഇപ്പം ഞാൻ ഈ പോകുന്ന വഴിയൊക്കെ ആണെങ്കിലും പല പ്രാവശ്യം നമുക്ക് ഈ റോഡൊക്കെ പണിയാനായിട്ടുള്ള അനുമതി കിട്ടിയതാണെങ്കിലും സാമൂഹിക പ്രവർത്തകരെന്ന് അവകാശപ്പെടുന്ന കുറച്ച് പേരൊക്കെ സ്റ്റേ കൊടുത്തൊക്കെ ഈ വഴിയുടെയൊക്കെ പണി ഇപ്പോഴും ഇങ്ങനെ അവതാളത്തിൽ തന്നെ കിടക്കുവാണ്. നമ്മളിങ്ങനെ വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ നീന്തുന്ന വഴി അധികം വെള്ളമില്ല, നമ്മുടെ വീടിനകത്തും ഒന്നും വെള്ളമില്ല. നമുക്കിങ്ങനെ റോഡിൽ കുറച്ച് വെള്ളം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ കുട്ടനാട്ടിലെ പല വീടുകളുടെയും വീടിനകത്ത് വെള്ളമാണ്. എല്ലാ ദിവസവും വീടിനകത്ത് എണീക്കുമ്പം തൊട്ട് വെള്ളത്തിൽ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ അറിയാമല്ലോ, കുട്ടനാട്ടുകാരാണ് നമ്മൾ. അന്നുള്ള ആഹാരത്തിന് വേണ്ടി ജോലി ചെയ്ത് കൂലിപ്പണിക്കൊക്കെ പോയാണ് കുടുംബം നോക്കുന്നത്. അപ്പോൾ പണിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ വെള്ളപ്പൊക്കം വന്നു കഴിയുമ്പോൾ ഉള്ളത്. നമ്മൾ ഈ വെള്ളം പൊങ്ങിക്കഴിയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പെട്ടുപോകുന്നൊരവസ്ഥയാണ്. നമുക്ക് വണ്ടിയൊന്നും ഇറങ്ങത്തില്ല, അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടൊന്നും അവൈലബിൾ ആകത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ നാട്ടിൽ തന്നെ പെട്ടുപോകുന്നൊരവസ്ഥയാണ്. ഇപ്പം കോട്ടയത്തും ആലപ്പുഴയിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ബസ് പോലും ഇല്ല കോളേജിലേക്കൊക്കെ ഒന്ന് എത്തിപ്പെടാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ നാടിനുമുണ്ട് അതിൻ്റേതായ ഭംഗിയും അതിൻ്റേതായ പ്രശ്നങ്ങളും. നമുക്ക് കുട്ടനാട്ടുകാർക്കും ഉണ്ട് നമ്മുടേതായ സന്തോഷങ്ങളും നമ്മുടേതായ പ്രശ്നങ്ങളും. പക്ഷേ കുട്ടനാടിനെ അധികം ആരും ചർച്ച ചെയ്ത് ഞങ്ങളാരും കണ്ടിട്ടില്ല. ഈ വെള്ളം പൊങ്ങുന്ന സമയത്ത് കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു എന്ന് മാത്രം വാർത്തകളിലൊക്കെ വന്ന് കണ്ടിട്ടുണ്ടെങ്കിലും കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. ഞാൻ നീന്തി പള്ളിയിലെത്തി, എങ്കിലും ആ ചോദ്യം അപ്പോഴും ബാക്കി നിൽക്കുകയാണ്. എന്തുകൊണ്ട് കുട്ടനാടിനെ ആരും ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ വിടുന്നു എന്നുള്ളത്. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും അല്ലേ?